ഇത് നല്ല ചിക്കൻ കറിയാണ് ട്ടോ ഞാൻ വെക്കാൻ പോണേ. അപ്പൊ ചിക്കൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കരളും, കക്കാമ്പരലും, പിന്നെ എല്ലിന്റെ പീസുമാണ് ട്ടോ. അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇത് മേടിക്കാറുണ്ട് ട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് ഒലത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ ദേ സബോളയും തക്കാളിയും സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യം തന്നെ സബോള വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടോ. അതിനകത്തേക്ക് കുറച്ച് ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ഉള്ളി. അതും കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സാക്കി എടുത്തിട്ടോ. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ മറ്റേതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചേർക്കണ്ട കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ദേ അതിനകത്തേക്ക് മുളകും കൂടി ഇട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വേണേൽ ഉപയോഗിക്കാനായിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവുകയും ചെയ്യുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി നന്നായിട്ട് വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. മല്ലിപ്പൊടി നന്നായിട്ട് വഴണ്ട് വരുന്ന തന്നെ ഇളക്കിയെടുക്കുക. അതിനുശേഷം അത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും സാധനങ്ങളൊക്കെ ഇട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഗരം മസാലയും മുളക് പൊടിയും എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഈ കക്കാമ്പരലും എല്ലും ഒക്കെ പാടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിനകത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനൊക്കെ ആ ഗ്രേവി പിടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും. കുറച്ച് വെള്ളം കൂടി അതിനകത്ത് അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർക്കുക. അതിനുശേഷം കുറച്ച് ചൊറുക്ക, വളരെ കുറച്ച് ചൊറുക്ക മാത്രം ഉപയോഗിക്കുക. അതിനകത്ത് നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്നുകൂടി മിക്സാക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അതേ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി, നല്ല സ്വാദുമാണ് കേട്ടോ ഇതിന്.